ഹലോ കൂട്ടുകാരെ, ഇന്ന് കുഞ്ഞറിക്ക് സ്വിമ്മിംഗ് പൂളിൽ കളിക്കുകയാണ്. സ്വിമ്മിംഗ് പൂളിലാണ്. കണ്ടോ, ഇത് ഞങ്ങളിത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചാണ് പാക്ക് ചെയ്തേ. എന്നിട്ട് ഇത് വീർപ്പിച്ചെടുക്കണം. 3 റിങ്ങാണേ. കണ്ടോ, വെള്ളം നിറയ്ക്കുന്ന കണ്ടോ. കേരളത്തിലിത് ഞങ്ങൾ പോയപ്പോൾ ആറ്റിൽ പുഴയിൽ ഇറക്കി, ഇപ്പം കൊച്ചിനെ ഇറക്കി. അവന് വലിയ സന്തോഷമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഓർത്ത് സ്വിമ്മിംഗ് പൂള് ഉണ്ടാക്കി കൊടുക്കാമെന്ന്. ഇനി നമുക്ക് വീർപ്പിച്ച് വെള്ളം നിറച്ച് നമുക്ക് കൊച്ചിനെ ഇരുത്താം. ഇതുപോലെ വട്ടത്തിൽ വീർപ്പിക്കണേ. ഇങ്ങനെ പാക്ക് ചെയ്ത് കിട്ടുന്നതാണേ, സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നതാണ്. ഇതാ കൊച്ചി ഇരിക്കുന്നു. അവനും കൂടി വെള്ളം നിറയ്ക്കുകയാണ്. ഇത് ഓസ്ട്രേലിയയിലാണ്. വെള്ളം നിറയ്ക്കുകയാണ് ഇപ്പോൾ. കേരളത്തിൽ നിന്ന് ഇങ്ങനെ ഇവന് പുഴയിലിറക്കി ഇപ്പം വലിയ ഇഷ്ടമാണ്. അപ്പോഴേ ഞങ്ങൾ ഓർത്തു ഓസ്ട്രേലിയ വരുമ്പോൾ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കണമെന്ന്. ഇവിടെ ഓസ്ട്രേലിയയിൽ 6 മാസമാകുമ്പം തുടങ്ങി പിള്ളേരെ സ്വിമ്മിംഗ് പൂളിൽ നീന്തൽ പഠിപ്പിക്കാൻ ഇറക്കുവേ. അതിനാന്ന് ചോദിച്ചാൽ ഇവിടെ എല്ലാവർക്കും നിർബന്ധമാണ് നീന്തൽ പഠിക്കണമെന്ന്. അതായത് ഡോക്ടറിൻ്റെ പ്രത്യേക സർട്ടിഫിക്കറ്റൊക്കെ വേണം. ഇനിയിപ്പോൾ 1.25 വയസ്സ്. കുഞ്ഞെറിക്കിനിപ്പോൾ 1.25 വയസ്സ്. വെള്ളത്തിൽ കളിക്കാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് സ്വിമ്മിംഗ് പൂൾ ഇങ്ങനെ പരിശീലിപ്പിച്ചാൽ പിന്നെ സ്വിമ്മിംഗ് പൂളിൽ നമ്മൾ ഇറക്കുമ്പോൾ അവന് പേടിയില്ലായിരിക്കുള്ളൂ. അവൻ്റെ ഫിഷിനെ ഡക്കിനെയൊക്കെ കൊണ്ടുവന്ന് ഇടുന്നു കണ്ടോ. നിറയാറായി. അവന് പൈപ്പ് പിടിച്ചു ഇരിക്കുകയാണ്. കണ്ടോ, കളിക്കുന്ന കണ്ടോ. കേരളത്തിൽ ഇങ്ങനെ മേടിക്കാൻ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല, ഞാൻ കണ്ടിട്ടില്ല. പാപ്പവും കൊടുത്തിട്ട് പാലും കുടിപ്പിച്ചാണ് ചെയ്യുന്നത്. ഭക്ഷണം കഴിക്കാൻ അവന് ഭയങ്കര മടിയാണ്. വായിക്കകത്ത് കുറുക്കുണ്ട്, അതുകൊണ്ടാണ് മിണ്ടാത്തത്. പാലും അടുത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ, ഈ ഷഡ്ഡി കണ്ടോ, ഈ നാഫി ഈ പാൻറ്റീസില്ലേ, ഇത് നനയേയില്ല. പ്ലാസ്റ്റിക് കൊണ്ടുള്ള വെള്ളത്തിൽ ഇറക്കാനുള്ളതാണ്. ഇറക്കും മുത്തയുന്ന വലിയ സന്തോഷത്തിലാണ്. ഇത് 3 റിങ്ങാണേ. അതുകൊണ്ട് വീർപ്പിച്ച് എടുത്ത് അത് കഴിഞ്ഞ് ഉപയോഗം കഴിയുമ്പോഴില്ലേ അത് വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് വെയിലത്ത് വെച്ച് പയ്യെ വെള്ളം പറ്റി ഉണക്കിയിട്ട് വേറെ ഒരു തണലത്ത് കൊണ്ടുപോയി വെക്കണം. അതല്ലെങ്കിൽ ഇത് വെയിലത്ത് വെച്ച് വെയിൽ കൊണ്ടില്ലേ, വെയിൽ കൊണ്ടിട്ട് ചുങ്ങിപ്പോവും. എന്നിട്ട് പിന്നെ വീർപ്പിക്കാൻ പറ്റില്ല, പൊട്ടിപ്പോകുകയെ. എൻ്റെ വായ്ക്കകത്ത് കുറുക്കുണ്ട്. ഒന്നേകാൽ വയസ്സേ ഉള്ളൂ, പക്ഷേ നല്ല നല്ല കുസൃതികളുണ്ട്. ചിരിക്കാൻ പറ്റിയ കുസൃതികളുണ്ട്. ഉണ്ട് 3 റിങ്ങായിട്ട്. ഡക്കിനെയും ഒക്കെ ഫിഷിനെയൊക്കെ കൊണ്ടുവന്ന് ഇട്ട് കളിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ അവൻ ഇറങ്ങും. അത് എല്ലാം പുറത്തോട്ടിട്ടിട്ട് പിന്നെ എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ട് പിന്നെയും കളിക്കും. അത് കാണാവേ. കണ്ടോ, വെള്ളം കോരി തേകി കുളിക്കുന്നു.
പിന്നെ ഇംഗ്ലീഷുകാരുടെ കുട്ടികളും നല്ല വെളുത്ത കുട്ടികൾ അവരും ഉണ്ട്, കളിക്കുന്നുണ്ട്. അത് ഞാൻ പിന്നീട് ആ വീഡിയോ ഇടാവേ. ജേർക്ക് മോൻ വീട്ടിൽ മേടിച്ച് കേട്ടോ, ഇറങ്ങുന്നു, തന്നെ ഇറങ്ങും. ഇതേ വെള്ളത്തിൽ കളിക്കുന്നുണ്ടോ. കേട്ടോ, പിന്നെയും വെള്ളത്തിൽ ഇടും, പിന്നെ എടുത്തെറിയും. ഇതേ ഫിഷ് പിന്നെ വലിയ കളിയിലാണ് ഇന്ന് ജേർക്ക് മോൻ. പാലടുത്ത് വെച്ചിട്ടുണ്ട്. ഭയങ്കര മടിയാണ് ആഹാരം കഴിക്കാൻ. ഇത് തന്നെയാണ് അവൻ്റെ പണി. പിന്നെ വെള്ളത്തിൽ നിന്ന് കയറുക പോലുമില്ല. ഇതേ മീൻ്റെ പുറം നടക്കുന്നുണ്ട്. ഓസ്ട്രേലിയ വന്നപ്പം മുതൽ ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കണം. ഇത് കഴിഞ്ഞ് ഇനി വേണം വേറെ സ്വിമ്മിംഗ് പൂള് പൊതുവേ ഉള്ള അടുത്ത് കൊണ്ട് ഇറക്കാനേ. അപ്പം ഡോക്ടറിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ വേണം. അപ്പോൾ ഞാൻ വീഡിയോ ഇടാവേ. ഉണ്ടോ, തന്നെ ഇറങ്ങിപ്പോവുക. ഇത് അങ്ങോട്ട് ഇടുന്നു കണ്ടോ, എടുക്കുക ഫിഷും ടക്കും ഒക്കെ. ഇങ്ങനെ പിള്ളേർക്ക് കളിപ്പാകൾ മേടിച്ചു കൊടുത്താൽ അവന് വലിയ ഇഷ്ടമായി അതും കളിച്ചു നടക്കാൻ. അതിൻ്റെ ഇടയ്ക്ക് വാ പൊളിക്കുമ്പോൾ ആഹാരം വെച്ച് കൊടുക്കാം. ഉണ്ടാവും വായിക്കാത്തതും വെച്ച് നടക്കുന്നത്. എന്ത് ചെയ്താൽ ഇറക്കേല, വിഴുങ്ങേല. ഇതേ പാലിരിക്കുന്നുണ്ടോ. ഇത് തന്നെ ഇറങ്ങുവാണേ. അവൻ്റെ വണ്ടിയും എല്ലാം കൊണ്ടുപോയി, ട്രാക്ടറും എല്ലാം കൊണ്ടുപോയി ആ വെള്ളത്തിലോട്ട് ഇട്ടു. കണ്ടോ കുസൃതി, കണ്ടോ, തന്നെ ഇറങ്ങിപ്പോന്നു. ഇതാണ് ഏർക്കുമുത്തിൻ്റെ കുസൃതികൾ, രസമുള്ള കുസൃതികൾ. ഇനി പോവുക വണ്ടി എടുക്കാൻ. വണ്ടി എടുത്തുകൊണ്ട് വരുന്നു. ഇറങ്ങി പോവാ നടക്കാനേ. വണ്ടി കൊണ്ടുപോയിട്ടു കണ്ടോ. ഇങ്ങനെ നല്ല വട്ടത്തിൽ വീർപ്പിച്ചെടുക്കണേ, എന്നിട്ട് വെള്ളം നിറച്ചാൽ മതി. ഇത് ഇങ്ങനെ പാക്ക് ചെയ്താണ് കിട്ടിയത്. ഇത് 3 റിങ്ങുള്ള, 2 റിങ്ങുള്ളതുകൊണ്ട് ചതുരത്തിയിരിക്കും. ഇത് കേരളത്തിൽ വന്നപ്പോൾ പുഴയിൽ ഇറങ്ങുന്നത്. അപ്പോൾ അവനത് വലിയ ഇഷ്ടമാണ് കേട്ടോ, ആറ്റിൽ ഇറങ്ങിയിരിക്കുന്ന. അത് അന്നേരം ഞങ്ങൾ ഓർത്ത് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കണമെന്ന് ഓസ്ട്രേലിയ വരുമ്പോഴേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.
നല്ല കണ്ണീര് പോലത്തെ വെള്ളം കണ്ടോ, നല്ല തെളിഞ്ഞ വെള്ളം.